അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന ബാത്റൂമിൽ നമുക്ക് 2 ക്ലോസറ്റാണ് വയ്ക്കാനുള്ളത്. ഈ കാണുന്ന ഏരിയയിൽ നമുക്കൊരു ഒറീസ പെൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഈ കാണുന്ന ഭാഗത്ത് നമുക്കൊരു വാൾ മൗണ്ട് ക്ലോസറ്റ്, അത് നമ്മൾ ലെജർ വാൾ കെട്ടിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ കൺസീലർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു 3-way ഡൈവേർട്ടറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ് ഈ സൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മൾ ഈ ഒറീസ പെൻ്റെ ടാപ്പാണ്. നമ്മൾ ഒറീസ പെൻ ക്ലോസറ്റ് വെച്ചപ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്ലഷ് ടാങ്ക് കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ക്ലയൻറ്റ് പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, വേണ്ടെന്നാണ് പറഞ്ഞത്. അവർക്ക് ജസ്റ്റ് ഒന്ന് ബക്കറ്റ് വയ്ക്കേണ്ട ഒരു ടാപ്പ് മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന ചാല് നമ്മൾ അടിച്ചിട്ടുള്ളത് ഇവിടെ കോമൺ ഏരിയയിൽ ഒരു വാഷ് ബേസിനുണ്ട്, അതിൻ്റെ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇനി വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഔട്ടിൽ നിന്ന് വരുന്ന ഒറ്റ ലൈനിൽ തന്നെ, ഡ്രെയിനേജ് ലൈനിൽ തന്നെ ഒരു ഒയ്യ് ഇട്ടിട്ട് ഇവിടെ ഒരു പി ട്രാപ്പ് സെറ്റ് ചെയ്ത് ഇവിടെ ക്ലോസറ്റ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നേരെ വന്നിട്ട് ഒരു ഷോർട്ട് ബാൻഡ്, ഒരു 45 ഷോർട്ട് ബാൻഡ് ഇട്ടിട്ട് നമുക്ക് വാൾ മൗണ്ടിൽ ലൈനും ചെയ്യണം. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മേസ്തിരിമാർ ഈ കരിങ്കൽ കണക്കിന് ഹോളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലെവലിന് താത്താൽ മതി. നമുക്കിതെല്ലാം കഴിഞ്ഞ് ലൈനൊക്കെ ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ മച്ചന്മാരെ നമ്മളങ്ങനെ ഈ കാണുമ്പോൾ ഡ്രെയിനേജിൻ്റെ ലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ PVC-യുടെ പി ട്രാപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ക്ലോസറ്റിന് വേണ്ടി. ഈ ഒരു ഒറീസ പെൻ ക്ലോസറ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ 4 ഇഞ്ച് ഒയ്യ് ഇട്ടിട്ട് ഇവിടെ ഒരു പി ട്രാപ്പ് സെറ്റ് ചെയ്തു. അതുപോലെ നേരെ ഇവിടെ വന്നിട്ട് ഒരു 45 ഇട്ടതിന് ശേഷമാണ് ഇവിടെ ഷോർട്ട് ബെൻഡ് ഇട്ട് നമ്മൾ ഈ വാൾ മൗണ്ട് ക്ലോസറ്റിന് ലെജർ വാൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ലൈൻ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ക്ലോസറ്റ് വയ്ക്കണം. അതുപോലെ ആ ഒരു ഫ്ലോർ മട്ടമാണ് നമ്മളിവിടെ കല്ല് കെട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോസറ്റ് ഇരിക്കുന്ന ഭാഗം മാത്രം പൊങ്ങിയിരിക്കും. ഇങ്ങനെ ഈ ഒരു ലെവലിന് ഒരു കല്ല് കെട്ടും. കല്ല് കെട്ടിയതിന് ശേഷം അതിൻ്റെ അടുത്താണ് നമ്മൾ ഈ മൾട്ടി ട്രാപ്പ് വയ്ക്കുന്നത്, ഈ ബാത്റൂമിലെ ട്രാപ്പ് വയ്ക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ചാല് നമ്മൾ അടിച്ചിട്ടുള്ളത് അവിടെ ഡൈനിങ് ഏരിയയിലെ വാഷ് ബേസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡൈനിങ് ഏരിയയിലെ വാഷ് ബേസിൻ്റെ വേസ്റ്റ് നമ്മൾ ത്രൂ ആയിട്ട് ഈ ട്രാപ്പിൽ കൊടുക്കുന്നില്ല. കാരണം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ചോറ് അതേപോലെ എച്ചിലൊക്കെ വന്ന് ഈ ട്രാപ്പിൽ വന്ന് വീണാൽ പിന്നെ സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് വരുന്ന നമ്മൾ ത്രൂ ആയിട്ട് പുറത്തേക്ക് പോകുന്ന ഈ 2 ഇഞ്ച് ലൈനിലാണ് നമ്മൾ ആ 2 ഇഞ്ച് ലൈൻ പിടിച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെയൊക്കെ വർക്കാണ്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ മച്ചാന്മാർ നമ്മളങ്ങനെ ഈ ഒറീസ പെൻ ക്ലോസറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നാമത് ഈ ബാത്റൂമിൽ സ്ഥലം കുറവാണ്. ഇപ്പോൾ നമ്മൾ ഇത് വച്ചിട്ടുള്ള അളവെന്ന് വെച്ചാൽ ഒരു 67 സെൻറ്റിമീറ്ററേ ഉള്ളൂ ഇത്. അപ്പോൾ ടൈലെല്ലാം ഇട്ട് വരുമ്പോൾ ഇതിൻ്റെ പുറത്ത് ചേർത്ത് ഇനി ടൈൽസ് ഒട്ടിക്കും. ടൈൽസ് ഒട്ടിച്ച് വരുമ്പോൾ അതുപോലെ ഇവിടെ നമ്മളിപ്പോൾ 1 ഇഞ്ച് താത്തിട്ടിട്ടുണ്ട്. ടൈൽ വരുമ്പോൾ ഈ ഒരു മട്ടം അവർ ടൈൽസ് കൊണ്ട് ഫിനിഷാക്കി കൊടുക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ടാപ്പാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ കൺസീലർ ഫസ്റ്റ് ടാങ്ക് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. കൺസീലർ ഫസ്റ്റ് ടാങ്ക് വരുമ്പോൾ നമുക്ക് ഗബ്രിറ്റ് കമ്പനിയാണ് വരുന്നത്. അതിൻ്റെ സ്റ്റോക്കൊക്കെ കൺട്രോൾ ഈ സൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹെൽത്ത് ഹോസെറ്റ് വരുന്നത്. ഇപ്പോൾ ഹെൽത്ത് ഹോസിൻ്റെ ആംഗിൾ പോലെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ സ്റ്റാൻഡ് വയ്ക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം. കാരണം ഇതും സ്ഥലം കുറവാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ചുമരിൽ നിന്ന് 45 സെൻറ്റിമീറ്ററാണ് നമ്മളെ 4 ഇഞ്ച് സെൻറ്റർ എടുത്തിട്ടുള്ളത്. മാക്സിമം സ്ഥലം ഉപയോഗിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. കാല് തട്ടാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന് നടുക്കുള്ള ഒരു ഏരിയ ഉണ്ട്, ഇത്രയും ഒരു ഏരിയ ഉണ്ട്. അതിലാണ് നമ്മൾ ഈ 3-way ഡൈവേർട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3-way ഡൈവേർട്ടർ വന്നിട്ട് ഇവിടെ ഷവർ വരുമ്പോൾ റെയിൻ ഷവറാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രാപ്പ് നമ്മൾ ഈ സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബാത്റൂമിനകത്ത് തന്നെ ഒന്നും വാഷ് ബേസിനൊന്നും ഇല്ല. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു തോത് അളവ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് കെട്ടിയെടുക്കും. അടിയിൽ കുറച്ച് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇത് കെട്ടിയെടുക്കും. കെട്ടിയെടുത്തതിന് ശേഷം ബാക്കി തറ ഫുള്ളായിട്ട് തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. പിന്നെ ഈ കാണുന്ന വാട്ടർ ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയയ്ക്ക് വേണ്ടി നമ്മൾ വാഷ് ബേസിൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിങ്ങനെ ഈ തറയിൽ കൂടെ അടിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അത് 2 ഇഞ്ച് വരെ അവിടെ ചെന്നിട്ട് 2-1.5 റെഡ്യൂസർ ഇട്ടതിന് ശേഷമാണ് ബാക്കി മുകളിലോട്ട് 1.5 ഇഞ്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് കുറച്ച് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ലെജർ വാൾ കെട്ടിയെടുക്കണം. ഈ ഫസ്റ്റ് അങ്ങനെ ഒന്ന് കെട്ടിയെടുക്കണം. അതുപോലെ ഈ കനത്തിന് ബാക്കി കനത്തിന് നമുക്ക് ഇവിടെ അത്രയൊന്ന് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നോക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മളങ്ങനെ ഫസ്റ്റ് ടാങ്കെല്ലാം കെട്ടി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കെട്ടിയ രീതി ഒന്ന് കാണിച്ചു തരാം. മാക്സിമം നമ്മൾ സൈസ് കുറച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റർ 45 സെൻറ്റിമീറ്റർ കെട്ടിയിട്ട് ബാക്കി ഈ സൈഡ് വരുമ്പോൾ നമ്മൾ ഫ്രെയിമിനോട് ചേർത്ത് ഒരു കല്ലാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ വർക്ക് എന്ന് വെച്ചാൽ ഈ തറയിൽ ബാക്കി കോൺക്രീറ്റ് ഒക്കെ ചെയ്യണം. ഇന്ന് ഇവിടെ സൈറ്റിൽ നമ്മൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ബാക്കി വീഡിയോ കാണിച്ചു തരാം. മച്ചാന്മാരെ നമ്മളങ്ങനെ ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്, അതാണ് വെട്ടം കുറവാണ്. ഒന്ന് കാണിച്ചു തരാം ചെയ്തത്.
നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ വർക്കും കഴിഞ്ഞ് അതുപോലെ 3 വേ ഡൈവേറ്ററിൻ്റെ വർക്കും കഴിഞ്ഞ് പിന്നെ തറയിലെ കോൺക്രീറ്റിൻ്റെ വർക്കും കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ തറയിൽ നമ്മൾ പൊട്ടിച്ചതിൽ നമ്മൾ കോൺക്രീറ്റ് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇന്നത്തെ വർക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുമ്പോൾ തറയിൽ ഒരു ഒറീസബൻ ക്ലോസറ്റ് അതുപോലെ വാൾമൗണ്ട് ഫ്ലഷ് ടാങ്കും വെച്ചതാണ്. പിന്നെ അതുപോലെ 3 വേ ഡൈവേറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ തറയിലത്തെ കോൺക്രീറ്റ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ വർക്കിൻ്റെ വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.